Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതു തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒത്തിരിയേറെ ദൂരെ യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മൾ. ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈശോ. തൻ്റെ ഇഹലോകവാസത്തിൽ തനിക്ക് സാധിക്കുന്നിടത്തെല്ലാം ഈശോ ചുറ്റി സഞ്ചരിച്ചു തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ. ഇതുപോലെ ഒരു യാത്ര വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ എമ്മാവൂസിലേക്കുള്ള യാത്ര. ഈശോയുടെ പീഡാനുഭവത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാർ ദുഃഖിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരോട് കൂടെ ഈശോ യാത്ര ചെയ്യുന്നു. ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ വചനം ശ്രവിക്കുകയും അവിടത്തോടു കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള CLC യൂത്താണ്. ഈശോയോട് കൂടെ സഞ്ചരിക്കുകയും ഈശോയെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ഹൃദയം ജ്വലിച്ച് ജീവിക്കുന്ന ഏതാനും യുവജനങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Christ in you. യേശുവല്ലവൻ, അവൻ വല്ലഭൻ, അവന്റെയോ ഇന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവന്റെയോ ഇന്നുമുള്ളത്. പെരുവെള്ളത്തിൻ തിരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ തിരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നീശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നീശുവിന്. കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞുകേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞുകേട്ടല്ലോ. നാശകരമാം കുഴിയിൽ നിന്നും
കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി, നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ ഈശോയെ, ഈ ലോകത്ത് ഭാവി തലമുറ എന്ന രീതിയിൽ യുവജനങ്ങളാണ് ലോകത്തെ നയിക്കേണ്ടതും നന്മയിലേക്ക് നയിക്കേണ്ടതും. ഈ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു കർത്തവ്യം ഈ യുവജനങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവരോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഈശോയെ, അവർക്ക് അതിനുള്ള കരുത്ത് നൽകി അവരോടുകൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ അവർക്ക് ഭാവിയിലും അവരുടെ ജീവിതങ്ങളിലേക്കും അനുവർത്തമാക്കാനായിട്ട് അവർക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ആ വചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് നമുക്ക് കാതോർത്ത് കേട്ടിരിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധിയാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായിരുന്നുവെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. മാമോദീസയിലൂടെ പുതിയ മനുഷ്യരായി ഈ ലോകത്തിലേക്ക് പുതിയതായി ജനിക്കുന്ന പോലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് വളർന്നു വരുമ്പോൾ യുവത്വത്തിലേക്ക് എത്തുമ്പോൾ ലൗകിക പാപങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളിലേക്ക് വീഴാതിരിക്കാനായിട്ട് കർത്താവെ കൂടെ പിടിച്ച് നടക്കണമേ. നമ്മൾ വചനം കേട്ട പോലെ ലൗകിക പാപങ്ങളിലേക്ക് വീഴാതെ അതിൽ നിന്ന് വിമോചനം നേടിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് വചനം ശ്രവിച്ചതുപോലെ ദൈവത്തോടായി ദൈവത്തിനോടൊപ്പം ദൈവത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് പാടി സ്തുതിക്കാം.
തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. ഈശോയുടെ കൂടെ നടന്നു നീങ്ങുമ്പോഴാണ്, ഈശോയുടെ കരം പിടിച്ച് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് ദൈവഹിതമനുസരിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുക ഇന്നത്തെ നമ്മുടെ യൂത്ത് ഐക്കൺ പ്രിയപ്പെട്ട ബിബിനാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവം നമുക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ തന്നെ സ്പർശിച്ചു, എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരം പിടിച്ച് വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുന്നത് എന്ന് ബിബിൻ നമ്മളോട് സംസാരിക്കുന്നു. ബിബിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് ബിബിൻ. ഞാൻ പോട്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ അപ്പോളോ ടയേഴ്സിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണിപ്പോൾ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തികച്ചും യാദൃശ്ചികമായി പലപ്പോഴും ദൈവം നമ്മെ കൈനടത്തുന്ന സന്ദർഭങ്ങളാണ്. പലപ്പോഴും പഠന വേളകളിൽ, പലപ്പോഴും വീണു പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ പലപ്പോഴും ഈശോ എന്നെ കൈനടത്തിയിട്ടുണ്ട്. തോൽക്കുമെന്ന് വിചാരിച്ചിടത്തെല്ലാം ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ട്. ജോലി സ്ഥലങ്ങളിലായാലും പുറത്തുള്ള ഏതൊരു സന്ദർഭങ്ങളിലും ഏതൊരു പ്രവർത്തന മേഖലകളിലും പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീഴുമെന്ന് തോന്നുമ്പോൾ ആ ഈശോയുടെ കുരിശിലേക്ക് നോക്കി അവിടത്തോട് പ്രാർത്ഥിക്കാനായിട്ട്, ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിലേക്ക് നടക്കാനായിട്ട് അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. ആ വിശ്വാസവും പ്രത്യാശയും എന്നും എന്നെ കൈനടത്തിയിട്ടേ ഉള്ളൂ. സഭയോടൊത്ത് ചിന്തിക്കുന്ന
സഭയോടൊത്ത് പ്രവർത്തിക്കുന്ന പുതിയ യുവജന ശക്തിക്കായി നമുക്കെല്ലാം അണിചേരാം. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ജോലിയില്ലാതിരുന്ന സമയത്ത് ഒത്തിരിയേറെ പഠനം കഴിഞ്ഞു, ബാക്കിയുള്ളവർക്കെല്ലാം ജോലി കിട്ടി. എൻ്റെ അത്രയും പഠിപ്പില്ലാത്തവർക്ക് വരെ, ഞാൻ പഠിപ്പിനെ കുറിച്ച് പറയുന്നത് ഞാൻ പൊക്കി പറയുന്നതല്ല, ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്ത അവസ്ഥയും ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥകളും ഉണ്ടായിരുന്നു. അന്നെല്ലാം എന്നോട് എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചൊക്കെ പറയും, നീ പ്രാർത്ഥിക്ക്, നീ പള്ളി പോയി പ്രാർത്ഥിക്ക്, നിനക്ക് നടന്നു കിട്ടും, എല്ലാം നിനക്ക് നന്നായി വരും. അന്ന് തുടങ്ങി ഇന്ന് വരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പലപ്പോഴും കുടുംബജീവിതത്തിലായാലും ജോലിസ്ഥലത്തും സമൂഹത്തിലും പലപ്പോഴും വീഴ്ചകൾ വരുമ്പോഴും പ്രാർത്ഥന എന്നും എന്നെ പിടിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ. വിശുദ്ധ കുരിശിനോടുള്ള സ്നേഹം എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ. വിശുദ്ധ കുരിശിനെ സ്നേഹിച്ച് എനിക്ക് നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ നിങ്ങൾക്കും വിശുദ്ധ കുരിശിനെ സ്നേഹിച്ചാൽ നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുന്നു. Christ in you. പ്രിയ സുഹൃത്തുക്കളെ, വിവിൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഗ്രഹം നമ്മൾ കേട്ടു. വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നപ്പോൾ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം തനിക്ക് ഒരു നല്ല ജോലിയും നല്ല കുടുംബജീവിതവും തന്ന് അനുഗ്രഹിച്ചു എന്ന് ബിബിൻ നമ്മളോട് പങ്കുവെച്ചു. പ്രിയമുള്ളവരെ, ഈ ബിബിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായതുപോലെ മറ്റു യുവജനങ്ങളും മറ്റ് ദൈവജനവും മറ്റു വിശ്വാസികളും ഇനിയും ഈശോയെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തോട്, ഈശോയോട്. ബിബിന് ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായതുപോലെ, ദൈവാനുഭവം ഉണ്ടായതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ സ്തുതിച്ചുകൊണ്ട് കരം കോർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രത്യേക യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങള്, പാപത്തിൻ്റെതായ ബെഞ്ചുകളിലേക്ക് വീണു പോകുന്ന യുവജനങ്ങള്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധിയുള്ള യുവജനങ്ങൾ സഭയിൽ ഉണ്ടാകുവാൻ, സമൂഹത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന നല്ല മക്കള് ഈ സമൂഹത്തിലും ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തില് ഈശോയെ പരിത്യാഗ പ്രവർത്തികളിലൂടെ ഈശോയെ നോമ്പിന്റെ ചൈതന്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അങ്ങേ സ്നേഹിക്കുന്ന യുവജനങ്ങൾ ഉണ്ടാകുവാൻ, സഭയിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Christ in you. ആരെങ്കിലുമൊക്കെ നമ്മളെ വിശ്വാസത്തിൽ വളർത്താൻ സഹായിക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളെ വിശ്വാസത്തിൽ വളർത്തുക എന്നത് പ്രത്യേക വിളിയാണ്. ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുവാൻ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുക ഇരിഞ്ഞാലക്കുട രൂപതയിലെ CLC ഡയറക്ടറായിട്ടുള്ള ഫാദർ ജോഷി കല്ലേലിയാണ്. ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾക്ക് സുഖമായിരിക്കണോ? സന്തോഷം. ഈ പ്രോഗ്രാമിന്റെ പേര് ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്നാണ് അല്ലേ? ഇപ്പോൾ യുവജനങ്ങൾ ഒരുമിച്ച് കാണാനും ഒക്കെ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. CLC പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ഞാൻ CLC ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒരു അനുസ്മരണവും ആ ഒരു ചിന്തയിലൂടെയാണ് നമ്മൾക്ക് ഇന്ന് കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ നോമ്പിൻ്റെ ഒരു ചിന്ത നിങ്ങളോട് കൂടെ പങ്കുവെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പരീക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. ഈശോ എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളെ നേരിട്ടത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക്.
അതുപോലെ തന്നെ ഈശോയുടെ ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുകൂടി ചിന്തിക്കാൻ നമ്മൾ ഈ ദിവസം വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാനും കൂടി ഈ ഒരു ചിന്ത ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈശോ മരുഭൂമിയിലൂടെ ഈ നോമ്പ് കാലഘട്ടത്തിന് തന്നെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഈശോ അത് തന്നെയാണ് ചെയ്തത്. മരുഭൂമിയിൽ ഈശോ പിതാവായ ദൈവത്തിനൊപ്പം സമയം ചെലവിടുകയായിരുന്നു. മറ്റെല്ലാ ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈശോ പരിപൂർണമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുകയായിരുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഈ സമയം ചെലവഴിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? താൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അഭിഷ്ടം എന്താണെന്ന് തിരിച്ചറിയുകയായിരുന്നു ആ ഒരു മരുഭൂമിയിലുള്ള 40 ദിനരാത്രത്തിൻ്റെ അനുഭവത്തിന് യഥാർത്ഥമായ ലക്ഷ്യമുണ്ടായത്. അതുപോലെ തന്നെ ഈശോ മാമോദിസ സ്വീകരിച്ചു. ആ മാമോദിസ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ കർത്താവിന് നല്ല വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്തിനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ ആ യഥാർത്ഥ ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 40 ദിനരാത്രങ്ങൾ കർത്താവ് മരുഭൂമിയിൽ പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് ഒരുങ്ങിയത്. പിന്നീട് ഈശോ പല രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കപ്പെടുന്നത് ഓർക്കണുണ്ടോ? കല്ലപ്പമാക്കാൻ പറഞ്ഞത്. അതെ, ഈശോയുടെ പരീക്ഷകൻ പ്രലോഭകൻ പറയുന്നത് കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനം ഈശോ നേരിടുകയുണ്ടായി. പിന്നെ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായിട്ട് പറയുന്നത്. ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടുമ്പോൾ ദൈവദൂതന്മാർ കർത്താവിനെ രക്ഷിക്കാനായിട്ട് വരും. അപ്പോൾ ദൈവമഹത്വം, തൻ്റെ ദൈവപുത്രത്വം തെളിയിക്കാനുള്ളൊരു മാർഗമായിട്ട് അത് ഈശോയെ പ്രലോഭകൻ പ്രലോഭിപ്പിക്കുകയാണ്. അതൊരു മാർഗം. തൻ്റെ ദൈവപുത്രത്വം തെളിയിക്കാനായിട്ട് മുകളിൽ നിന്ന് ചാടുമ്പോൾ മാലാഖമാർ വരുന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ തൻ്റെ ദൈവപുത്രത്വം തെളിയിക്കാനായിട്ടുള്ള ഒരു പ്രലോഭനമാണ് ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയാവോ? പ്രലോഭകരെ ആരാധിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം നൽകാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് ഈശോയെ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഈ ലോകവും ഈ ലോകത്തിൻ്റെ എല്ലാ സാധ്യതകളും കാണിച്ചു കൊടുത്തിട്ട് തന്നെ ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ അധികാരം കൊണ്ട്, അപ്പോൾ 2-3 രീതിയിൽ പ്രലോഭകൻ പ്രലോഭിപ്പിക്കുകയാണ്. അപ്പം കൊടുത്ത് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് തൻ്റെ ദൈവപുത്ര സ്ഥാനം, താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ളൊരു പ്രലോഭനം. അപ്പം കൊടുത്തുകൊണ്ട് ജനങ്ങളെ കൂട്ടുക, എന്നിട്ട് താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള ഒരു ചിന്ത. അതുപോലെ തന്നെ അത്ഭുതം കാണിച്ച് താൻ പുത്രനാണ് എന്നുള്ള ഒരു കാര്യം വെളിപ്പെടുത്താനുള്ളൊരു ചിന്ത. അതുപോലെ തന്നെ അധികാരം കൊണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ താൻ ദൈവപുത്രനാണ് എന്നുള്ള ഒരു കാര്യം ലോകത്തെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രലോഭനമാണ് ഈശോയ്ക്ക് ഉണ്ടാവുക. പക്ഷെ ഈശോയുടെ മനസ്സിൽ ഈ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചപ്പോൾ കിട്ടിയ വലിയ ബോധ്യം എന്തായിരുന്നു? താൻ തന്നെ ദൈവപുത്ര സ്ഥാനം ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് ഈ ലോകത്തിൻ്റെ രീതിയിലല്ല, താൻ ശുശ്രൂഷിക്കപ്പെടാൻ വന്നവരാണ്. കുരിശിൻ്റെ മാർഗത്തിലൂടെയാണ് തനിക്ക് തൻ്റെ ദൈവപുത്ര സ്ഥാനം ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഉൾക്കാഴ്ചയാണ് 40 ദിനരാത്രങ്ങളിലൂടെ കർത്താവിന് കിട്ടുന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ സേവകനായി തീരാൻ, കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഒരുപക്ഷെ നമുക്കും ഈ ഒരു പ്രലോഭനം ലോകത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പേരും പെരുമയും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ലോകത്തിൻ്റെതായ പല മാർഗങ്ങളിലൂടെ, ചിലപ്പോൾ നമ്മൾ അപ്പം വർദ്ധിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ രീതിയിൽ അധികാരങ്ങൾ കാണിച്ചിട്ടോ ഞാൻ ഒരു വലിയ വ്യക്തിത്വമാണ് ഇനിയൊക്കെ അങ്ങനെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനായിട്ട് പല വിധത്തിലുള്ള പ്രലോഭനം നമ്മളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈശോ പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ നോമ്പ് കാലത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഈശോ എന്താണ് നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിന് കൃത്യമായൊരു ദൗത്യം നിറവേറ്റാനുണ്ടായിരുന്നു. ആ ദൗത്യം എന്താണെന്ന് സാത്താൻ പ്രലോഭനത്തിലൂടെ വഴിതെറ്റിക്കാൻ നോക്കിയെങ്കിലും കർത്താവ് ഒരിക്കലും അതിൽ വീണു പോയില്ല. കർത്താവ് വളരെ കൃത്യമായി, വളരെ ഫോക്കസ്ഡ് ആയിട്ട് തൻ്റെ ദൗത്യം എന്താണെന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി ആ ദൗത്യത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യുവജനങ്ങളായി നിങ്ങൾ ഇന്നിപ്പോൾ CLCയുടെ ഭാരവാഹികളാണ്. അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കാനായിട്ട് ഒരുങ്ങുന്നവരാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായ
ഒരു ദൈവികമായ പദ്ധതി, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, ആ പദ്ധതി അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുക. അങ്ങനെ ഈ ഒരു നോമ്പ് കാലഘട്ടം ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ഇവിടെ ഇരിക്കുന്ന ഈ 12 സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടിയ ദൈവികമായ ഉൾക്കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട്, അത് ദൈവത്തോട് ചേർന്നിരുന്നാലാണ് നമുക്ക് ആ ഒരു ഉൾക്കാഴ്ച കിട്ടുകയുള്ളൂ. ഈ നോമ്പുകാലം ഉപവാസം എന്ന് പറഞ്ഞാൽ ചാരെ വസിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഈശോയുടെ കൂടെ ചാരെ വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിൽ നിന്നും ആ യഥാർത്ഥമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്ത് യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും കുടുംബജീവിതങ്ങളിലൂടെയും ഒക്കെ യേശുവിനെ പ്രഘോഷിക്കാനായിട്ടുള്ള നല്ലൊരു കാലഘട്ടം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ, ഇപ്പോൾ ചിന്തിച്ചതുപോലെ, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും കുടുംബജീവിതങ്ങളിലൂടെയും ഒക്കെ ലോകത്തിന് യേശുവിലേക്ക് കടന്നു വരാനുള്ള പുതിയ വെളിച്ചമായി തീരുവാൻ, അന്ധകാരത്തിൽ പ്രകാശമായി തീരുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത കൂട്ടായ്മകളിൽ കണ്ടുമുട്ടാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Christ in youth. പ്രിയ സുഹൃത്തുക്കളെ, ഓരോ നോമ്പ് കാലഘട്ടവും മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് ആത്മാവിൻ്റെ പ്രചോദനത്തിലേക്ക് നീങ്ങേണ്ട മാറ്റത്തിൻ്റെ കാലഘട്ടം. ശരീരത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും തിന്മയെയും മാറ്റി നിർത്തി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. പ്രത്യേകമായിട്ട് ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച്, ദൈവാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് എത്രമാത്രം ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകൾക്കും ശരീരത്തിൻ്റെ സുഖലോലുപതയ്ക്കും വേണ്ടിയാണോ ജീവിക്കുന്നത് നമുക്ക് ചിന്തിച്ചു നോക്കാം. എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. മാറ്റം വരുത്തുവാൻ നമുക്ക് ദൈവകൃപ വേണം. നല്ല സുഹൃത്തുക്കളെ, ഇതുപോലെ ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് മാറി നിന്ന് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അടുത്ത ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.